എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ കുറച്ച് വിജയങ്ങളൊക്കെ നേടിയെടുക്കണം, കുറച്ച് നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കണം, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്, അല്ലേ? അങ്ങനെ ആഗ്രഹിക്കാതെ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ആ ആഗ്രഹത്തോടൊപ്പം നമ്മൾ കൊണ്ടു നടക്കുന്ന തെറ്റായ ഒരു ചിന്താഗതി കൂടിയുണ്ട്. എന്താണെന്നറിയാം? ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന ഒരാഗ്രഹം. ജീവിതത്തിൽ ഏതൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട്, സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ സ്വന്തമാക്കണമെന്ന ഒരു ചിന്താഗതി നമുക്ക് പാടില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. കാരണം ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങളൊന്നും സ്വാഭാവികമായിട്ടോ യാദൃശ്ചികമായിട്ടോ സംഭവിക്കുന്നതല്ല. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ചില ചേരുവകളുണ്ട്. ആ വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചില ചേരുവകൾ. ആ ചേരുവകൾ കൃത്യമായി ചേരുന്നതിന് കുറച്ച് സമയം വേണം. അതിനുള്ള സാവകാശവും ക്ഷമയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതായത് ഷോർട്ട് കട്ടിലൂടെ ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കരുത്. പണമുണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം, അതിനെന്തെങ്കിലും ഷോർട്ട് കട്ട് വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാണ്, ആലോചിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ആദ്യം ആ ചിന്താഗതി നമ്മൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. മറിച്ച് ജീവിതത്തിൻ്റെ വിജയം എന്താണെന്ന് സ്വയം തിരിച്ചറിയുക. സക്സസ് ഈസ് ദി പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വെൽത്തി ഗോൾ എന്നാണ് പറയുന്നത്. അതായത് മൂല്യവത്തായ ലക്ഷ്യത്തിലേക്കുള്ള അനുക്രമമായ പ്രവർത്തനത്തിൻ്റെ സാക്ഷാത്കാരമാണ് വിജയം. അതായത് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടാവുകയും ആ ലക്ഷ്യത്തിലേക്ക് ക്രമമായി, നിരന്തരമായി, പടിപടിയായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കുന്ന ആ പരിശ്രമത്തിൻ്റെ അവസാനത്തെ ആ സാക്ഷാത്കാരത്തിൻ്റെ പേരാണ് വിജയം എന്ന് പറയുന്നത്. നിരന്തരമായി പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ് വിജയമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണത്. അല്ലാതെ ജീവിത വിജയത്തിന് ഒരു ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. ഹാർഡ് വർക്ക് ഈസ് ദി ഷോർട്ടസ്റ്റ് വേ ഓഫ് സക്സസ് എന്നാണ്. കഠിനാധ്വാനമാണ് വിജയത്തിലേക്കുള്ള കുറുക്കുവഴി. അതിലപ്പുറം ഒരു കുറുക്കുവഴി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം സ്വന്തമാക്കാൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഊരാക്കുടുക്കിലേക്ക് നമ്മുടെ ജീവിതത്തെ വലിച്ചിടുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വീട് വെക്കണം എന്ന ഒരു ചിന്ത ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമുക്കുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട് എന്നല്ലാതെ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമവും നമ്മൾ നടത്തിയിട്ടില്ല. ഒടുവിൽ ഒരു വീട് പണിതേ മതിയാവൂ എന്ന ഒരു നിവൃത്തികേടിലേക്ക്, അനിവാര്യതയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എടുത്തു ചാടി, വീട് പണിയുക എന്ന തീരുമാനത്തിലേക്ക്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, അല്ലേ? പെട്ടെന്നുള്ള തീരുമാനമാണ്. നമ്മൾ എന്ത് ചെയ്യും? കടങ്ങൾ വാങ്ങും, കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങും, ലോൺ എടുക്കും. ഒടുവിൽ ആ വീട് പണി നമ്മൾ പൂർത്തിയാക്കും. ആ വീടാണെങ്കിലോ ഒരു വലിയ വീടായിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾക്കും അപ്പുറമുള്ള ഒരു വീട്. ഒടുവിൽ എന്താ സംഭവിക്കുക? പിന്നീട് ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. കാരണം നമ്മൾ എന്താ ചെയ്യാം? ഈ ബാധ്യതകളുടെ പിന്നാലെയാണ്, ഈ വീടുണ്ടാക്കിയ ബാധ്യതകളുടെ പിന്നാലെ. ഓരോ മാസവും ബാങ്കിൽ അടയ്ക്കേണ്ട അല്ലെങ്കിൽ കടം വീടേണ്ട ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുക? സമാധാനത്തോടെ നമുക്ക് എപ്പോഴാണ് ജീവിക്കാൻ പറ്റുക? ജീവിതകാലം മുഴുവൻ മനസ്സമാധാനമില്ലാത്ത വ്യക്തികളായിട്ട് ആ വീട്ടിൽ നമ്മൾ ജീവിക്കുന്നു. ഒടുവിൽ ആ മനസ്സമാധാനക്കേട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി കൈമാറുന്നു. ഇതാണ് പൊതുവെ സംഭവിക്കാറുള്ളത്. ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ജീവിതത്തിൽ പല ആളുകളും പരാജയപ്പെട്ടതും അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടതും തീർച്ചയായിട്ടും ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയതുകൊണ്ടാണ്. ഈ ബിസിനസ്സിലൊക്കെ വലിയ വിജയങ്ങൾ നേടിയ ആളുകളെ നോക്കിയാൽ മതി. നല്ല ബിസിനസ്സുകാരൊക്കെ ആദ്യം ചെറിയ രീതിയിലായിരിക്കും പലതും തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നീട് പതുക്കെ പതുക്കെ അതിനെ വിപുലീകരിച്ച് അതിൻ്റെ ഒരുപാട് ഷോപ്പുകളിലേക്കും ഒരുപാട് ബിസിനസ് ശൃംഖലകളിലേക്കും അവർ പിന്നീട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അങ്ങനെയുള്ള ആളുകളാണ് തകരാത വിജയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതും. മറ്റുള്ള പല ആളുകളും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ എന്താ ചെയ്യുക? ഒരു ചെറിയ സംഭവം തുടങ്ങും, അത് വിജയിക്കുമെന്ന് തോന്നുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും? വലിയൊരു സംഭവം എടുത്തിട്ടും കടങ്ങളും അതും ഇതും ഒക്കെ വാങ്ങിച്ചിട്ട് ഒടുവിൽ ആ ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകാതെ വരികയും
ഈ കടങ്ങളും ബാധ്യതകളും പെരുകി പെരുകി ഒടുവിൽ ജീവിതം വലിയ സംഘർഷങ്ങളിലേക്കും സങ്കീർണതകളിലേക്കും വഴിമാറിപ്പോകുന്നു എന്നുള്ളതാണ് പല ആളുകളുടെയും ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏത് സാധാരണക്കാരനും ഏത് താഴ്ന്ന നിലയിലുള്ള വ്യക്തിക്കും ജീവിതത്തിൽ വിജയിക്കാനാവും. പക്ഷേ പെട്ടെന്ന് വിജയിക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടായാൽ അയാൾ പരാജയപ്പെടും. മറിച്ച് ചെറിയ രീതിയിൽ തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായ ബോധം ഒരാൾക്കുണ്ടായിരിക്കണം. തൻ്റെ സാമ്പത്തിക ചുറ്റുപാടുകളെക്കുറിച്ച്, തൻ്റെ സാമൂഹികമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച്, തൻ്റെ കഴിവുകളെക്കുറിച്ചും തൻ്റെ പോരായ്മകളെക്കുറിച്ചും തൻ്റെ ക്വാളിറ്റീസിനെക്കുറിച്ചും തൻ്റെ മോശമായ ശീലങ്ങളെക്കുറിച്ചുമൊക്കെ ഒരാൾക്ക് ധാരണയുണ്ടാകണം താൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ്. ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു തുടങ്ങേണ്ടത്. അവിടെ പതുക്കെ പതുക്കെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ഒരു സ്റ്റെപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിലേക്കല്ല നമ്മൾ ചവിട്ടേണ്ടത്, അപ്പോൾ നിലതെറ്റി വീഴും. മറിച്ച് ഒരു സ്റ്റെപ്പിൽ നിന്ന് 2ാമത്തേതിലേക്കും 3ാമത്തേതിലേക്കും 4ാമത്തേതിലേക്കും അങ്ങനെ പടിപടിയായി മെല്ലെ മെല്ലെ ഉയർന്നു വരാനാണ് നമ്മൾ ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വളർന്നു വന്ന വിജയിച്ച ആരും തന്നെ ജീവിതത്തിൽ പിന്നീട് പരാജയപ്പെടില്ല. കാരണം അത്രയ്ക്കും ശക്തമായ ഒരടിത്തറ അതിനുണ്ടായിരിക്കും. മറിച്ച് 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ 1 ലക്ഷം എങ്ങനെ ഉണ്ടാക്കാമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. 1000-ൽ നിന്ന് 2000-ലേക്ക് എങ്ങനെ മാറാം, 2000-ൽ നിന്ന് 3000-ലേക്കും 4000-ലേക്കും 5000-ലേക്കും മാറി മാറി എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിനെ ഗ്രോ ചെയ്യാം, അതായിരിക്കണം നമ്മുടെ ചിന്താഗതി. മറിച്ച് 1000-ൽ നിന്ന് ലക്ഷത്തിലേക്ക് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനൊരു പക്ഷേ ഒരുപാട് ഷോർട്ട് കട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് കാണാൻ പറ്റും, നമുക്ക് കണ്ടെത്താനും പറ്റും. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിയാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും തീർക്കാൻ കഴിയാത്ത വലിയ ബാധ്യതകളിലേക്കും അതുപോലെ തകർച്ചകളിലേക്കും നമ്മൾ കൂപ്പുകുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ഒക്കെ നമ്മൾ യാത്ര ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു ഡിഗ്രി കോഴ്സ് നമുക്ക് ക്രാഷ് കോഴ്സായിട്ട് 6 മാസം കൊണ്ടൊക്കെ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ഒരു പരസ്യങ്ങൾ കാണാറില്ലേ? പക്ഷേ 3 വർഷം കോളേജിൽ പഠിച്ച് നിങ്ങൾ നേടിയെടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ 7 അയലത്ത് വരില്ല ആ 6 മാസത്തെ ക്രാഷ് കോഴ്സിന്. കാരണം പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ള കുറേ കാര്യങ്ങൾ ആ 3 വർഷം കൊണ്ട് ഒരാൾ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് അയാളുടെ പിന്നീടുള്ള ജീവിതത്തിന് വലിയ കരുത്ത് സമ്മാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിതത്തിൽ ഒരു കാര്യത്തിനും ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിക്കരുത്. അത് പണം സമ്പാദിക്കുന്നതിലായാലും ഒരു ജോലി സമ്പാദിക്കുന്നതിലായാലും ഒരു ബിസിനസ് നടത്തുന്ന കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തിലായാലും, നമ്മുടെ സ്വപ്നങ്ങളാവട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളാവട്ടെ, നമ്മുടെ തീരുമാനങ്ങളാവട്ടെ, നമ്മൾ ഏത് കാര്യങ്ങളായാലും നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കാതിരിക്കുക. മറിച്ച് എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഒരു സാവകാശമുണ്ട്. ആ തിരിച്ചറിവോടുകൂടി ആവണം നമ്മൾ ഏതൊരു കാര്യവും ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിൽ നല്ല പായസവും സാമ്പാറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറില്ലേ? എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാക്കാറുള്ളത്? സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കലാണോ? പായസമൊക്കെ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് പായസം ഉണ്ടാക്കിയെടുക്കാറാണോ? അല്ല. അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാറുള്ളത്? സാമ്പാറായാലും പായസമായാലും ബിരിയാണി ആയാലും അതിൻ്റെ മസാല ആയാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അല്ലേ? അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൃത്യമായിട്ടുള്ള ടേസ്റ്റ്, ഭംഗി നമുക്ക് കിട്ടുന്നത്. ജീവിതത്തിൻ്റെ വിജയങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിന് കൃത്യമായ ചില ചേരുവകളുണ്ട്. ജീവിതത്തിൽ ഏത് വിജയം സ്വന്തമാക്കുന്നതിനും ആ വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട്. ആ ചേരുവകൾ കൃത്യമായി ചേരാൻ ഒരു സമയം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. അതുകൊണ്ട് പടിപടിയായിട്ട് ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പടിപടിയായിട്ട് അത് സ്വന്തമാക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുക, അല്ലാതെ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാതിരിക്കുക. അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കും, സംഘർഷാഭരിതമാക്കും. ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ലോട്ടറി അടിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. അല്ലെ? പെട്ടെന്ന് ഷോർട്ട് കട്ടിലൂടെ പണം സമ്പാദിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ശരിയാണ്, നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ജീവിതത്തിൽ പെട്ടെന്ന് വിജയിക്കാം. പക്ഷേ എപ്പോഴാണ് ലോട്ടറി അടിക്കുക? ഒരു പ്രതീക്ഷയും നമുക്കതിന് നൽകാൻ കഴിയില്ല. ചിലപ്പോൾ ലോട്ടറി അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ അടിക്കില്ലായിരിക്കും. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളിൽ 1-2 പേർക്കാണ് ഒരുപക്ഷെ ഒരു നല്ല ലോട്ടറി അടിക്കുന്നുണ്ടാവുക. അതും കാത്തിരുന്ന് നമ്മുടെ ജീവിതം വേസ്റ്റാക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? കാത്തിരിപ്പല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള നിരന്തരമായ പരിശ്രമമാണ് ജീവിതത്തിൻ്റെ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നത് അത് മാത്രമാണ്. സക്സസ് ഈസ് ദി പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വെൽത്തി ഗോൾ. അതായത് മൂല്യവത്തായ ലക്ഷ്യത്തിലേക്കുള്ള അനുക്രമമായ പ്രവർത്തനത്തിൻ്റെ സാക്ഷാത്കാരമാണ് വിജയം.
ആ വിജയം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. ജീവിതത്തിലെ ഒരു വിജയങ്ങൾ സ്വന്തമാക്കുന്നതിനും ഷോർട്ട് കട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്, അതിനൊരു സാവകാശമുണ്ട്. അതിലൂടെ മാത്രം യാത്ര ചെയ്യുക. അതിനാണ് കൃത്യമായ നിലനിൽപ്പുള്ളത്, ഒരിക്കലും തകരാതെ നിലനിൽപ്പുള്ളത്. ആ തിരിച്ചറിവോടുകൂടി എല്ലാവർക്കും നന്നായിട്ട് പരിശ്രമിക്കാൻ കഴിയട്ടെ, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ. സന്തോഷങ്ങളും സമാധാനവുമുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.